എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പുതിയ മലയാളം സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി സിനിമയിലൊക്കെ തിയേറ്ററിലൊക്കെ വന്നു പോയ ഒരു സിനിമയാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത് OTT-യിൽ ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മന്ദാകിനി. മന്ദാകിനി നമ്മളെ മലയാളം സിനിമയിൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടേം അല്ലെങ്കിൽ ഒരു വാക്കാണ്. അത് ഒരു ഹാസ്യ, എന്താ പറയുക, ഒരു കോമഡി എന്നുള്ള രീതിയിൽ മന്ദാകിനി എന്ന് പറഞ്ഞ പേരിന് നമ്മളെ മലയാളം സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മന്ദാകിനി മന്ദാകിനി. ഓക്കെ. ഈ സിനിമയിൽ മന്ദാകിനി എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൊണ്ടുവന്നിരിക്കുകയാണ് മന്ദാകിനിക്ക്. എന്തായാലും ഞാൻ ഈ സിനിമ OTT-യിൽ കണ്ടു. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദ് ലീല എന്ന് പറഞ്ഞൊരു സംവിധായകനാണ്. ഞാൻ മുമ്പ് കേട്ടിട്ടില്ല, പക്ഷെ എന്തായാലും പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തായാലും ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര രസകരമായിരുന്നു, പക്ഷേ ചില ഭാഗങ്ങൾ കുറച്ച് ബോറായിരുന്നു. എന്നാലും ഓവറോൾ സിനിമ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ലൊരു നേരം പോക്ക്, നല്ലൊരു, എന്താ പറയുക, ഒരു ഫാമിലിക്കായിട്ട് കാണാൻ പറ്റിയൊരു അധികം അങ്ങനെ ദ്വയാർത്ഥങ്ങളൊന്നും ഇല്ലാത്ത കുറേ ഡയലോഗുകളൊക്കെ ഉള്ള സിനിമ. പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഒരു സിറ്റുവേഷണൽ കോമഡി അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ, നമ്മളെ മുമ്പൊക്കെ പിൽക്കാലങ്ങളിൽ ഇറങ്ങിയ മലയാള സിനിമ കോമഡികളിലൊക്കെ പലൊരു സിറ്റുവേഷണൽ കോമഡീസ് ഇതിൽ കുറേ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ പിറുപിറുക്കുന്ന ഡയലോഗ്സ്, അല്ലാണ്ട് കോമഡി ഡയലോഗ് അടിക്കുകയല്ല, പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ പിറുപിറുത്ത് പോകുന്ന ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതിലെ കാസ്റ്റ്. ആതിഫ്, അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ, സരിത കുക്കു എന്ന് ഈ ആരോമൽ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. അവർ ലാസ്റ്റിൽ അവരെ പെർഫോമൻസ് കലകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, നമ്മളെ സബരീഷൊക്കെ ഇതിലുണ്ടോയെന്ന് ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്. ഇതിൽ സബരീഷ് ഞാൻ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പ്രിയ വാര്യറോ പ്രിയ പ്രകാശോ അങ്ങനെ ആ പെണ്ണുണ്ട്. അജയ് വാസുദേവ് ഇതിലൊരു കിടിലൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു ഡയറക്ടറാണ്, പക്ഷെ എന്നാലും പുള്ളി ചെയ്തിരിക്കുന്ന കഥാപാത്രം ഭയങ്കര രസകരമായ കഥാപാത്രം. ആ ഒരു പുള്ളിക്ക് ഓരോ ടൈമിംഗ് ഉണ്ട് ആ സിനിമയിൽ വരാൻ വേണ്ടിയിട്ട്. ആ ടൈമിങ്ങിലൊക്കെ പുള്ളി വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കുറേ കരിക്കായിട്ട് ഒരു സീനുണ്ട്. അതിൽ ചോദിക്കുന്നുണ്ട്, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ചെന്തെങ്ങിൻ്റെ കരിക്കോട്ടാ, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. പക്ഷെ കൊണ്ടുവരുന്നത് പച്ചത്തെങ്ങിൻ്റെ കരിക്കാണ്. അപ്പോൾ പച്ച കളറുള്ള കരിക്കാണ്. ആ സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ ഒരുപാട് അതിൽ രസകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഉണ്ണിയളിയൻ ചെയ്തിരിക്കുന്നത് പുള്ളി ഈ പറഞ്ഞ പോലെ കുറേ പടത്തിൽ പുള്ളി വില്ലൻ ക്യാരക്ടർ, ഇതുപോലെ ഒരു സോഫ്റ്റ് വില്ലൻ കോമഡി അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ കഥാപാത്രങ്ങൾ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. വിനീത് തട്ടിൽ എന്നാണ് പുള്ളിയുടെ പേര്. ഞാനെപ്പോഴാണത് ഇവിടെ ഇതിൽ IMDb-യിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വിനീത് തട്ടിൽ പുള്ളിയാണ് ഉണ്ണി അളിയൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. എൻ്റെ പൊന്നു, തൃശ്ശൂർ സ്ലാങ് എന്ത് ക്ലിയർ ആണെന്നറിയോ. പുള്ളിയുടെ സ്ലാങ് കിടില്ല. അതും നമ്മൾ പണ്ട് ഇന്നസെൻ്റ് ഒക്കെ ഈ ചില മൈന്യൂട്ട് പിറുപിറുത്ത് പോകുന്നൊരു ഡയലോഗ്സ് ഉണ്ടായിരിക്കും ഇന്നസെൻ്റ് ഒക്കെ. ആ ടൈപ്പ് ഡയലോഗ്സ് ഈ ആശൻ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ഈ തൃശ്ശൂർ സ്ലാങ് കൈകാര്യം ചെയ്യുന്നൊരു നടനെ ആദ്യമായിട്ട് കാണുന്നു. നമ്മൾ പല നടന്മാരും കണ്ടു, പക്ഷേ ഇത്രയും വ്യക്തമായിട്ട് സ്ഫുടതയോടെ, അതും വളരെ ക്ലിയർ ആയിട്ട്, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് പുള്ളി ഡയലോഗ്. അല്ലാണ്ട് വെറുതെ ഒരു മംബ്ലിങ് ടൈപ്പ് അല്ല, വളരെ ക്ലിയർ ആയിട്ട്. അതും പുള്ളി പറയുന്ന ഓരോ വിറ്റും ഒരു, എന്താ പറയുക, ഒരു അടിപൊളി വിറ്റുകളാണ്. അത് ഈ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് തന്നെയാണോ അതോ പുള്ളി സ്വന്തം കയ്യിൽ നിന്നിട്ട് ഇട്ടതാണോ എന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിലുടനീളം സ്റ്റാർട്ടിങ് ടു എൻഡ് പുള്ളിയുടെ ഒരു പെർഫോമൻസ്, അത് പുള്ളിക്ക് ഈ സിനിമയിൽ നല്ലൊരു എന്താണ് ബ്രേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത്ര നാളും ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒരു ക്യാമിയോ അപ്പിയറൻസ് പോലെ വന്നു പോകുന്ന ചില വേഷങ്ങളുണ്ടല്ലോ, ജസ്റ്റ് ഒരു വില്ലൻ, അല്ലെങ്കിൽ ഒരു ഗുണ്ട, പക്ഷേ കോമഡി ഗുണ്ട, അല്ലെങ്കിൽ കുറച്ച് തമാശ പറയുന്ന ഗുണ്ട, അല്ലെങ്കിൽ അടികൊള്ളുന്ന ഗുണ്ട, പക്ഷേ ഒരു കോമഡി രീതിയിൽ, പക്ഷെ ഒരു സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം പുള്ളിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിലൊരു, എന്താ പറയുക, സീരിയസ് അല്ല, എന്നാലും ഒരു കോമഡി ടൈപ്പുള്ള കഥാപാത്രം. എന്നാലും ഒരു പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഈ പുള്ളിക്ക് ഈ ഉണ്ണിയളി എന്നുള്ള ക്യാരക്ടർ ഇതിൽ നിൽക്കുന്നുണ്ട്. അതന്നെ ഈ സിനിമയുടെ ഒരു ഭയങ്കര ഹൈലൈറ്റാണ്. ഈ സിനിമ, എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം പുള്ളി തന്നെയായിരിക്കും മിക്കവാറും. അൽത്താഫിൻ്റെ നല്ല പെർഫോമൻസ് ഉണ്ട് ആരോമലായിട്ട്, പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അടിപൊളിയായിരിക്കുന്നത് ഈ ഉണ്ണി അളി എന്നുള്ള ഒരു കഥാപാത്രമാണ്. പുള്ളിയുടെ പെർഫോമൻസ് ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും പുള്ളിക്ക്
ഇതുപോലത്തെ കിടിലം വേഷങ്ങൾ ഇനിയും വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു എന്താ പറയുക, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കോമഡി പറയാൻ ആ ഒരു ടൈമിംഗ് പുള്ളിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഇവരൊരു ചാവി പോയിട്ട് തിരയുന്നൊരു സീനുണ്ട്, ജീപ്പിൻ്റെ ചാവി പോയിട്ട്. അവിടെ വെച്ച് പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഞാനെന്നാലും ഇത് കാണാത്തവർ പലരുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സോ അത് നിങ്ങൾ കണ്ടു നോക്കുക. ഒരു മൂത്രം ഒഴിക്കുന്ന സീനൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ടു നോക്കുക. അതിലൊരു കിടലൻ ഡയലോഗ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടം നീളം, അതുപോലെ ഈ പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഇപ്പോൾ ഒരു സീനുണ്ട്, ഈ പുള്ളിയുടെ ഒരു ഫ്രണ്ട് കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് പുള്ളി കള്ളു കുടിക്കാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പുള്ളിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സീനുണ്ട് ബൈക്കിൽ വന്നിട്ട്. അപ്പോൾ ഇയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു ആ ഇവന് എത്തിയില്ല എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ക്യൂട്ടലായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ മന്ദാകിനി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇത് കേൾക്കരുത്. കണ്ടവരുണ്ടെങ്കിൽ പറയാം. മന്ദാകിനി എന്ന് പറയുന്നത് നമ്മളെ ഒരു കനേഡിയൻ അറാക്കാണ്. നമ്മളെ കരാക്ക് കനേഡിയൻ അറാക്ക് നമ്മൾ വാറ്റുചാരൻ തന്നെ, അത് മലയാളത്തിൽ വാറ്റുചാരൻ തന്നെ. അത് നമ്മളെ കന്നഡയിൽ ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേര് മന്ദാകിനി എന്നാണ്. ആ ഒരു ബോട്ടിലാണ് ആ ഒരു ലിക്കറാണ്, അല്ല കള്ളാണ്, ഇതിലെ ആൽക്കഹോളാണ് ഇതിലെ മെയിൻ കഥാപാത്രം ശരിക്കും. അതുകൊണ്ട് ഉണ്ടാകുന്ന പുലിവാലുകളാണ് ഈ സിനിമയിൽ മൊത്തം. ഈ നമ്മളെ ആക്ട്രസ് ഉണ്ടല്ലോ, മെയിൻ ആക്ട്രസ് എന്താ, അനാർക്കലി മരക്കാർ, അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു അവർ ആ വെള്ളമടിച്ചുള്ള സീനുകളൊക്കെ. ചില സീനിൽ കുറച്ചൊരു എന്താ പറയുക, അത്രയ്ക്ക് കണ്ട് ഇതില്ല, എന്നാലും ഉടനീളം അവരുടെ ഒരു പെർഫോമൻസ് നല്ല രീതിയിലായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉണ്ണിയളം കഴിഞ്ഞിട്ട് ശരിക്കും ആരോമൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അമ്മ, അത് അഭിനയിച്ചിരിക്കുന്നത് സരിത കുക്കു, രാജലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പക്ഷെ സരിത കുക്കു എന്ന് പറഞ്ഞാൽ ആ ആക്ട്രസ് പെർഫോം ചെയ്തിരിക്കുന്ന രീതി, അത് പ്രത്യേകിച്ച് എൻഡിലുള്ള ഒരു പഞ്ചൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കോമഡി എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളെ ജിയോ ബേബി ഉണ്ട്. ജിയോ ബേബിയാണ് മന്ദാകിനി എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ പുള്ളിയും കലക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളെ ലാൽ ജോസ് ചെറിയൊരു വേഷമുള്ളൂ, പക്ഷേ പുള്ളി അത് വന്നിട്ട് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അത്ര എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറായിട്ട് അതിലില്ല. ഇപ്പം അഞ്ജലിയുടെ അച്ഛനായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. എന്നാലും ആ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ഒന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു വന്നു പോകുന്ന ഒരു ക്യാരക്ടർ പോലെയുള്ളൂ, അതിൽ ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഇതിൽ അടിപൊളിയായിട്ടുള്ള ജൂഡ് ആൻ്റണി, നമ്മൾ ജൂഡ് ആൻ്റണി, ജാഫർ ഇടുക്കി, എൻ്റെ മോനെ ഈ പുള്ളി ഇപ്പോൾ തകർക്കുകയാണ്. ആ വെള്ളമടിച്ച് വരുന്ന സീനൊക്കെ പക്ക ശരിക്കും നമ്മൾ വിചാരിക്കും ഇയാൾ വെള്ളമടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഇതടിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, മറ്റേ പട്ടിയാല പെഗ്, ഒരു വെള്ളം ഒഴിക്കാതെ മൊത്തം ഗ്ലാസ്സിൽ ഒഴിച്ചടിക്കുന്ന സീനൊക്കെ പെർഫെക്ഷനോടെ പെർഫെക്ഷൻ. ഈ പുള്ളി ഒരു രക്ഷയില്ല, ജാഫർ ഇടുക്കി കലകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ സ്ലോ ആയിട്ട് തുടങ്ങുന്നു, പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും സംഭവം പൊളിക്കും. പിന്നെ എൻഡിങ് വരെ നിങ്ങൾക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാം. സോ ഗൈസ്, വാച്ച് ദിസ് മൂവിയും എൻ്റെ റെക്കമെൻഡേഷനാണ് മന്ദാകിനി, അടിപൊളി.